നമസ്കാരം. നമുക്കിന്ന് തമിഴ്നാട്ടിലെ ചിക്കൻ റൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ബാസ്മതി അരി 3/4 ഭാഗം വേവിച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ചിക്കനിൽ വേണ്ട മസാലയൊക്കെ ചേർത്ത് വറുത്ത് മാറ്റി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലോട്ട് വേണ്ട ഓയിൽ ഒഴിക്കാം. ഞാൻ വലിയ ഗ്ലാസ്സിൽ 1.5 കപ്പ് റൈസാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊരു 3 എഗ്ഗാണ് ഇടുന്നത്. എഗ്ഗ് ബോയിലായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, പച്ചമുളക് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് നമുക്ക് അതിലോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് സാൾട്ടും കൂടി ഇടണേ. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനിയാണ് അതിലോട്ട് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് വലിയ ജീരകപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി പൊടി, ചില്ലി ഫ്ലേക്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളമാണ് എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മസാല ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് സോയാ സോസ് ഇടാം കേട്ടോ. എല്ലാം ഞാൻ എൻ്റെ കൈക്കണക്കിനനുസരിച്ചിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണായിട്ട് ഇടാം കേട്ടോ. വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി അതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് സാൾട്ടിൻ്റെ കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് സാൾട്ട് ഇട്ടു. അതിലോട്ട് ഇനി ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേവിച്ച് വെച്ചേക്കുന്ന റൈസ്, ബാസ്മതി റൈസ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തമിഴ്നാട്ടിലെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.